അപ്പൊ ഇത് കണ്ട ആൾക്കാരൊക്കെ ഇവിടെയുള്ളവരൊക്കെ ഇതിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കാറൊക്കെ. അങ്ങനെ വരണമെന്നാണ് ഞങ്ങളുടെ കൂടുതൽ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ തരിശു നിലം ഒട്ടും കിടക്കാതെ അതിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ഒരു മനസ്സുണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ആരും ചെയ്യാതെ ഞങ്ങളുടെ കോൺഗ്രസ് ഇതാവണമെന്നല്ല, എല്ലാവരും അതിലേക്ക് ഇറങ്ങിയാൽ വിഷമില്ലാത്ത പച്ചക്കറിയും ഫലങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാവട്ടെ. ഒരു സെന്റ് സ്ഥലമേ ഉള്ളെങ്കിലും അത് തരിച്ചിടാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ. ഈ പ്രാവശ്യം പൊട്ടുവെള്ളരി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ചെയ്തതാണ്. ചേർത്തലയിൽ നിന്നാണ് വിത്ത് വാങ്ങിയത്. സുജിത്തിന്റെ ഫാമിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ടാണ് വെറൈറ്റി ഫാമിൽ നിന്നാണ് വിത്ത് വാങ്ങി. ഒരു 23-24 മണി പയറെങ്കിലും ഇതിൽ കാണും. എണ്ണുമ്പോഴേ നമുക്ക് കാണും. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള പയറാണ്. നമ്മൾക്ക് സോഷ്യൽ മീഡിയ വഴിയാണ്. നമുക്കതിനൊരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിലിട്ടാൽ ആൾക്കാർ വന്ന് കൃഷി സ്ഥലത്ത് അവർ സന്ദർശിച്ചിട്ടാണ് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അല്ല, ഇതുവരെ ഉള്ളതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്നിരുന്നാലും പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒരു വിപണന കേന്ദ്രം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹവും. എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയ ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് കൃഷിയെ വിജയിപ്പിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒരു 4-5 ഏക്കറോളം നെൽകൃഷിയുണ്ട്. അപ്പം എല്ലാം എപ്പോഴും ലാഭമായിരിക്കണം എന്നില്ല. പക്ഷേ അതിനുള്ളൊരു സ്നേഹവും താല്പര്യവും വേണം. വളരെ പ്രധാനമാണ്. എൻ്റെ പേര് ശാന്തിനി ബാലകൃഷ്ണൻ. ഞാൻ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ മെമ്പറാണ്. നമ്മളുടെ സുഹൃത്തിന്റെ സ്ഥലം എടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ 3 വർഷമായിട്ട് ചെയ്തു വരുന്നു. ഇപ്രാവശ്യം പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ഷമാമ്, കുക്കുംബർ, വെണ്ട, പാവല്, പടവല്, ചീര എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നു. നമ്മുടെ ഈ കൃഷിക്ക് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ ഹരിസാറിന്റെ അഡ്വൈസ് പ്രകാരമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബെഡിലാണ് നമ്മുടെ തണ്ണിമത്തനൊക്കെ ഇട്ടത്. ഇപ്രാവശ്യം കൂടുതൽ സ്ഥലത്തേക്ക് ഇട്ട് 80 സെന്റ് സ്ഥലത്തോളം നമ്മളിപ്പോൾ കൃഷി ചെയ്തു വരികയാണ്. ജൈവ കൃഷിയാണോ അതോ? അതെ, ജൈവ കൃഷിയാണ്. വീട്ടിലെ പശുവുണ്ട്. അപ്പം കോഴിവളം ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കിരൺ നല്ല ഈൽഡ് ഉള്ളതാണോ അതോ? അതെ, ആൾക്കാർക്ക് ഇച്ചിരൂടെ ടേസ്റ്റ് ഉള്ളതും അതിന് തന്നെയാണ്, ഇഷ്ടവും അതൊക്കെയാണ്. 3 തവണയും അത് തന്നെയാണ് ചെയ്തത്. മാറി ചെയ്തിട്ടില്ല. എത്ര നാൾ കൊണ്ട് നമുക്ക് വിളവ്? നമുക്കൊരു 67-68 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ നട്ട് അത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് പാകമാകും. 75 ദിവസത്തിനുള്ളിൽ നമുക്കത് വീണ്ടും എടുക്കാൻ പറ്റും. എത്ര കിലോ ഒക്കെ വരെയുള്ള തണ്ണിമത്തൻ കിട്ടും? നമുക്ക് ഈ പ്രാവശ്യം ഒരു 5-5.5 കിലോ വരെയുള്ള ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം പൊട്ടുവെള്ളരി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ചെയ്തതാണ്. ചേർത്തലയിൽ നിന്നാണ് വിത്ത് വാങ്ങിയത്. അങ്ങനെ ചെയ്യാൻ എന്താണ് തോന്നിയത്? കൃഷി ചെയ്യാന്നുള്ളതൊക്കെയാണ്. സുജിത്തിന്റെ ഫാമിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ടാണ് വെറൈറ്റി ഫാമിൽ നിന്നാണ് വിത്ത് വാങ്ങി ചെയ്തത്. ആദ്യമായിട്ട് ചെയ്തതാണ്. ഈ പ്രാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ. പക്ഷെ നമുക്ക് അതിന്റെ വിളവ് എങ്ങനെയാണെന്നുള്ള ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ കുറെ ഈൽഡ് നമുക്ക് കിട്ടി. പൊട്ടുവെള്ളരി ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ അറിഞ്ഞ് നല്ല രീതിയിൽ വരുന്നുണ്ടല്ലേ? ഇവിടെയുള്ള ആൾക്കാരെ അറിഞ്ഞ് വന്നപ്പോൾ നമുക്കത് കൊടുക്കാനില്ലാത്തൊരവസ്ഥയായിട്ടുണ്ട്. പ്രത്യേകത എന്താണ്? ഇത് നല്ല തണുപ്പുള്ള ഇതാണ്. ഷുഗർ ഫ്രീ ആണ്. നല്ല കരളിനൊക്കെ നല്ല ഇതുള്ള ഫ്രൂട്ടാണ്. ടേസ്റ്റ് എന്ന് പറയാൻ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, അത് ആദ്യമേ തന്നെ പറയാം. പക്ഷേ നമുക്ക് ശരീരത്തിന് നല്ല കുളിർമയേകുന്നു. നല്ല തണുപ്പ് കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതാണ്. ഒരു 100 മൂടിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. 3 വർഷമായിട്ട് എങ്ങനെയുണ്ട് കൃഷി? ലാഭകരമാണോ അതോ? ആദ്യത്തെ തവണ നമുക്ക് ലാഭമൊന്നുമല്ല. ഇതിപ്പോൾ ലാഭം ഉദ്ദേശിച്ചല്ല നമ്മളത് ചെയ്തത്. ഒരു മനസ്സിനൊരു സന്തോഷം, കൃഷിയിടത്തിലേക്ക് വന്ന് കണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചറിഞ്ഞാലേ പറ്റത്തുള്ളൂ. പൊതുപ്രവർത്തനത്തിനിടയ്ക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? ഫുൾ ടൈം. പിന്നെ രാവിലെ കുറച്ച് സമയമുണ്ട്, പിന്നെ വൈകിട്ട് കുറച്ച് സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്തു. എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. വാർഡിലെ കാര്യങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഹസ്ബൻഡ് അമ്പലപ്പുഴ സ്റ്റേഷനിലെ ASI ആണ്.
അമ്പലപ്പുഴയിലായിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. നേരത്തെ വീവരുത്തായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടെ ഇതിനകത്തൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് ലാൽചേട്ടനും ഉണ്ട്. കൂടുതൽ വർക്ക് ലാൽചേട്ടനാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ പോരായിക അറിയാതെ ഫാമിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. ഒരു 9-9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 2-2.5 മണിക്കൂറുണ്ട്. വൈകിട്ട് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. രാവിലെ അത്രയും നേരം വെയിൽ കൂടുതലാണ്, അത്രയും നേരം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും കുറേ സമയം നമുക്ക് മറ്റ് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ കൂടുതൽ സമയം ഇവിടെ തന്നെയായിരിക്കും. എങ്ങനെയാണ് വിപണനം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമ്മൾക്ക് സോഷ്യൽ മീഡിയ വഴിയാണ്. നമുക്കതിനൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലിട്ടാൽ ആൾക്കാർ വന്ന് കൃഷി സ്ഥലത്ത് അതിന് സന്ദർശിച്ചിട്ടാണ് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. വിപണനം ഒരു പ്രശ്നമല്ല നമുക്ക്. അല്ല, ഇതുവരെ ഉള്ളതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്നിരുന്നാലും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒരു വിപണന കേന്ദ്രം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹവും അവരുടെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന്. നമുക്ക് എങ്ങനെ പറ്റുന്നു എങ്കിലും അവർക്കൂടുള്ള വിപണന കേന്ദ്രം എടുക്കണം, ഒരു അത്യാവശ്യമാണ്. ചെറിയ പച്ചക്കറി ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന്റെ അതെ, മുഖ്യ ലക്ഷ്യം അത് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതേപോലെ തന്നെ അവരും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഇതിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗനവാടി കുട്ടികൾക്ക് ഹരിതാങ്കണം പദ്ധതി വെച്ചായിരുന്നു. നമുക്ക് അങ്ങനെ പഞ്ചായത്തിൽ 28 അംഗനവാടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ചെയ്തത്. ഇപ്പോൾ സ്കൂളുകളിലേക്ക് അത് വ്യാപിക്കുന്നുണ്ട്. വീടുകളിൽ കൂടി രക്ഷകർത്താക്കളും കൂടെ അവരെ കുറച്ച് സമയം അവർക്കൊന്ന് റിലാക്സ് ആവാനും ഇതൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ കൂടുതൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതും അല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ചേ ചെയ്തുള്ളായിരുന്നു. ഈ പൊട്ടുവെള്ളരി ചെയ്തതുപോലെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്ഷമാവ് ചെയ്തത്. പക്ഷെ ക്ഷമാവിന് ഇച്ചിരി കൂടെ ശ്രദ്ധ കൂടുതൽ വേണമെങ്കിൽ ഒരു ഫ്രൂട്ടാണ്. അതിന് ഈച്ചയുടെ ശല്യം ഉണ്ടായത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെ അത് നമ്മൾ അത്രയ്ക്കും കെമിക്കൽ അടിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് അതിലൊരു നഷ്ടം ഉണ്ടാകാറുണ്ട്. അതും ഒരു പരീക്ഷണം ഇവിടെ ഇല്ലാത്ത നാട്ടിലില്ലാത്തൊരു കൃഷി എന്നുള്ള രീതിയിൽ ചെയ്തതാണ് കഴിഞ്ഞ വർഷം. ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് മൂടൂടിട്ടു. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞ കീടങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാകാറുണ്ട്. കൂടുതലും ഈ ഈച്ച പെട്ടെന്ന് അതിനെ പൊട്ടുവെള്ളരിക്ക് അത്രയും ഇല്ല. നമുക്കത് പാകമാകുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാൻ പറ്റും. ക്ഷമാവ് പക്ഷെ അങ്ങനല്ല. ആദ്യമേ അതിൻ്റെ തോള് ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന കായ്ച്ചയുടെ ആക്രമണം പിന്നെ നമുക്ക് തടയാൻ പറ്റത്തില്ല. അതിൻ്റെ തോട് കട്ടിയായാലും അതിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്രൂട്ട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇതിലേക്കുള്ള ജലസേചനമൊക്കെ നമ്മൾ ട്രിപ്പ് ഇറിഗേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ബോർവെല്ലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൽ കൂടിയാണ് അതിൻ്റെ വളവും എല്ലാം കയറ്റി വിടുന്നത്. പയറ് ഏതാണ്? കഞ്ഞിക്കുഴി പയറാണ്. അതിന് ചേർക്കലേന്ന് വാങ്ങലാണ്. നല്ല ഈൽഡ് ഉള്ളതാണ്, നല്ല ടേസ്റ്റ് ഉള്ള പയറാണ്. ഒരു 23-24 മണി പയറെങ്കിലും ഇതിൽ കാണും, എണ്ണുമ്പോഴേ നമുക്ക് കാണും. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള പയറാണ്. ഇല്ല, നമ്മൾ കുറച്ച് രാവിലെയൊക്കെ പയർ പറിച്ചാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും. ഇവിടുന്ന് കൊടുത്തതല്ലാതെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അന്നേരം അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പതുക്കെ വെച്ച് തന്നെ കൊണ്ടുപോയി ആൾക്കാർ അന്നേരം വന്ന് വാങ്ങിക്കൊണ്ട് പോകും. റോഡ് സൈഡാണ് വീട്. അപ്പോൾ അങ്ങനെ വന്ന് വാങ്ങിക്കുന്നു. ചിലർ നമ്മളെ വിളിച്ച് പറയും വെച്ചേക്കണം, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറയാറുണ്ട്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും പല ഭാഗത്തും ചെയ്യുന്നവർക്ക് അതൊരു വിപണന കേന്ദ്രം തന്നെ നല്ല അത്യാവശ്യമാണ്. ജൈവ പച്ചക്കറി വിൽക്കുന്ന ഒരു വിപണന കേന്ദ്രം അത്യാവശ്യമാണ്. ഇത് കണ്ട ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഇതിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കാറൊക്കെ. അങ്ങനെ വരണമെന്നാണ് ഞങ്ങളുടെ കൂടുതൽ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ തരിശു നിലം ഒട്ടും കിടക്കാതെ അതിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ഒരു മനസ്സുണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ആരും ചെയ്യാതെ ഞങ്ങളുടെ ഇതാവണമെന്നല്ല. എല്ലാവരും അതിലേക്ക് ഇറങ്ങിയാൽ വിഷമില്ലാത്ത പച്ചക്കറിയും ഫലങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാവട്ടെ. ഒരു സെന്റ് സ്ഥലമേ ഉള്ളെങ്കിലും അത് തരിച്ചിടാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ. അതിന് എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം. 3 വർഷം മുമ്പ് എങ്ങനെ ഇതിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതിലേക്ക് നമ്മുടെ ചിന്ത എത്തിയത്? നേരത്തെ അച്ഛന് നെൽകൃഷിയുണ്ട്. അതുപോലെ തന്നെ പയറ്, പാവല് അങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ അച്ഛന് ചെയ്യാതായി. അത് കഴിഞ്ഞപ്പോഴാണ് ചേർത്തലയിൽ പോയി തണ്ണിമത്തൻ്റെ
ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ വിത്ത് വാങ്ങിയാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ 3 വർഷം മുമ്പ് ചെയ്യാൻ ഇറങ്ങി. തണ്ണിമത്തൻ നമ്മുടെ സീസണിൽ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഈ ബെഡിൽ പയറ് അങ്ങനെയൊക്കെയുള്ള വെണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. ഇനിയും അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഈ ബെഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇത് ഇളക്കിയിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒന്നും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൃഷി ചെയ്തതോ അല്ല. ഇവിടെ ഇപ്പോൾ ഈ പ്രാവശ്യമാണ് ബെഡ് വിരിച്ച് പയറിട്ടത്. നമ്മൾ ഒരു സീസണിൽ വാട്ടർ മെലൺ തന്നെ നോക്കി ചെയ്യുകയല്ല, മറ്റുള്ള എന്തെങ്കിലും ഒരു ഇതും കൂടെ. അങ്ങനെയാണ് നമ്മൾ പൊട്ടുവെള്ളരി ഇത് ആദ്യത്തെ തവണയാണ്. പയറൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പയറ്, പടവലം, വെണ്ട അങ്ങനെയൊക്കെ ഉള്ളത്, ചീരയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ജനങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ? ഉണ്ട്, നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു വരുമ്പോൾ തീർന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. വൈറ്റ് കോളർ അല്ലാതെ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അവർക്ക്? പക്ഷെ എനിക്ക് തോന്നുന്നേ ഉള്ളിട കൊണ്ട് ഇല്ലാതിരുന്ന ആ ഒരു ഇത് മാറി ഇപ്പൊ വൈറ്റ് കോളർ ജോബ് ഉപേക്ഷിച്ചിട്ടാണേലും കൃഷിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരുണ്ട്. അതുപോലെ തന്നെ പഠിച്ചിട്ട് നിൽക്കുന്ന പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. നമുക്കിത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇതിന് പക്ഷെ ഒരു ഇത് ചെയ്യുന്നതിനൊരു പാഷനൂടെ ഉള്ളവരായിരിക്കണം. നമ്മള് പെട്ടെന്ന് നമുക്കതൊരു സാമ്പത്തികം അങ്ങനെ ആഗ്രഹിക്കുന്ന അല്ലാതെ ഇതിൻ്റെ ഒരു ഇഷ്ടം കൂടെ ഉണ്ടായിരിക്കണം. കൃഷിയിൽ അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്കൊരു ക്ഷമ വേണം, അതിനെ പരിചരിക്കാൻ നിൽക്കുന്നൊരു മനസ്സ് വേണം. ആ കൃഷിയിടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തീരത്തക്ക രീതിയിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ചീര ചെയ്തേക്കുന്ന ഏത് ഇനമാണ്? ചീര നമുക്ക് ഒരു 3 ടൈപ്പ് ഉണ്ടായിരുന്നു. വ്ളാത്താങ്കര എന്ന് പറയുന്നതുണ്ടായിരുന്നു. അതിന് പക്ഷേ കുറച്ച് പ്രതിരോധ ശേഷി കൂടുതലുള്ളതാണ്, പെട്ടെന്ന് കേടൊന്നും വരത്തില്ല. പിന്നെ ബീട്രൂട്ട് ചീര ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാടൻ ഒരു ചീര ഉണ്ടായിരുന്നു. അത് പക്ഷെ ഭയങ്കര കളറാണ് ചീരയ്ക്ക്. വ്ളാത്താങ്കരയും നല്ല ചീര തന്നെയായിരുന്നു. ഇപ്പൊ അവിടെ കിടക്കുന്നത് ബീട്രൂട്ടാണ്. വൈറ്റ് പാവൽ വേണം എന്നുള്ള ഇതിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തപ്പോൾ വൈറ്റ് പാവലല്ലായിരുന്നു, നല്ല കട്ടി പച്ചയായിരുന്നു. അപ്പൊ അതിന് ഈ പ്രാവശ്യം ആ ഇല മാറ്റി ചെയ്തതാ. നമ്മൾ ഈ പ്രാവശ്യം കണിവെള്ളരി ഇട്ടിട്ടുണ്ട്, സാധാരണ വെള്ളരിയുണ്ട്, നമ്മൾ വിത്തെടുത്തതും ഉണ്ട്. ഇത് നമ്മൾ സ്നോ വൈറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ല വെയിറ്റ് ആവുന്ന നല്ല അല്ല, ഈ 3 വർഷവും നമുക്കുണ്ടായിരുന്നു. അത് നമുക്ക് ദിവസം അങ്ങനെയൊന്നുമില്ല. നല്ല ഇതാണെങ്കിൽ ഒരു 10-30 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് തൊട്ട് നമുക്ക് കാ പറിച്ചു തുടങ്ങാം. എല്ലാവർക്കും ആവശ്യവും ഹെൽത്തി ആയിട്ടുള്ള കൃഷികളാണല്ലേ? അതെ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കോൺ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കോണിന്റെ വിത്ത് വാങ്ങിയത് കുറെ കിളിക്കാതെ പോയി. അപ്പൊ അതുകൊണ്ട് നാമമാത്രമായിട്ട് ഉണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്കൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എല്ലാം ആനുകൂല്യങ്ങൾ കിട്ടിയ ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് കൃഷിയെ വിജയിപ്പിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒരു 4-5 ഏക്കറോളം നെൽകൃഷിയുണ്ട്. അപ്പം എല്ലാം എപ്പോഴും ലാഭമായിരിക്കണം എന്നില്ല, പക്ഷെ അതിനുള്ളൊരു സ്നേഹവും താല്പര്യവും വേണം. വളരെ പ്രധാനമാണ്.